സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയ എന്ന പെൺകുട്ടിയുടെ കഥകൾ നെഞ്ചുപൊള്ളുന്ന വേദനയോടെയാണ് മലയാളികൾ അറിഞ്ഞത്. അതിനു പിന്നാലെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഷാർജയിൽ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭജിക്കുകയെന്ന 33-കാരി ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കും മുന്നേ അനുഭവിച്ചതെല്ലാം പ്രിയപ്പെട്ടവരെ അറിയിച്ചിരുന്നു. അക്കൂട്ടത്തിലാണ് കേട്ടാൽ അറയ്ക്കുന്നതും തല കുനിച്ചു പോകുന്നതുമായ ഭർത്താവിൻ്റെയും അമ്മായിയപ്പൻ്റെയും നാത്തൂൻ്റെയും ചെയ്തികൾ അവൾ തുറന്നു പറഞ്ഞത്. വിഭജിക്കുക എന്ന പെൺകുട്ടി ഭർത്താവിൽ നിന്നും അവൻ്റെ വീട്ടുകാരിൽ നിന്നും അനുഭവിച്ച വേദനകൾ ഇനി ഒരു പെണ്ണിനും സംഭവിക്കരുത് എന്ന് തോന്നിപ്പോകും. ജന്മം നൽകിയ കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാത്ത അച്ഛൻ, ഒരേ സമയം മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധം പുലർത്തിയ ഭർത്താവ്. ഒരു മനുഷ്യജന്മത്തിൽ പലരും ചെയ്യാൻ മടിക്കുന്നതും അറയ്ക്കുന്നതുമായ കാര്യങ്ങളാണ് നിതീഷ് ഇക്കാലത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയത്. എല്ലാ സമ്മർദ്ദങ്ങളും അനുഭവിച്ചത് ഞാനാണ്. എൻ്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെ പോലെ വീട്ടിൽ കിടക്കുന്നു. സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും നോക്കില്ല. നിതീഷിന് അയാളുടെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി. ഒരു വർഷത്തിനിടയ്ക്ക് അയാൾ കൊച്ചിനെ 4-5 തവണ മാത്രമേ വെളിയിൽ കൊണ്ടുപോയിട്ടുള്ളൂ. അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ. അമ്പലത്തിലോ മറ്റോ ഒന്ന് കൊണ്ടുപോകും. എന്നാൽ അയാൾ അയാളുടെ സഹോദരിയോടും അവരുടെ കുട്ടിയോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്തും മറ്റും സന്തോഷത്തോടെ കഴിയുന്നു. അയാളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിധം വളരെ മോശമാണ്. അതുകൊണ്ട് അതിവിടെ ഞാൻ പറയുന്നില്ല. ഞാനും മോളും ഇവിടെ ഉരുകി കഴിയുകയാണ്. ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും. ഒരേ സമയം എന്നോടും നിതീഷിന്റെ പെൺ സുഹൃത്തിനോടുമൊപ്പം കിടക്ക പങ്കിടും. ആ പെണ്ണിന്റെ ഭർത്താവിന് കാര്യങ്ങൾ അറിയാം. ഒരു തവണ നിതീഷിനെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. വൈകൃതമുള്ള മനുഷ്യനാണ് നിതീഷ്. കാണാൻ പാടില്ലാത്ത വീഡിയോകൾ കണ്ടിട്ട് അതെല്ലാം ബെഡിൽ വേണമെന്നാവശ്യപ്പെടും. ഭാര്യയുടെ കൂടെ കിടക്കുന്നതിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് ഡിസ്കസ് ചെയ്യും. സഹിക്കാൻ വയ്യ. പട്ടിയെ പോലെ തല്ലും. ആഹാരം തരില്ല. എല്ലാം ക്ഷമിക്കുന്നതും സഹിക്കുന്നതും കുഞ്ഞിനു വേണ്ടിയാണ്. എൻ്റെ ഓഫീസിലെ എല്ലാവർക്കും കൂട്ടുകാർക്കും ഇതെല്ലാം അറിയാം. നിതീഷും പെങ്ങളും അച്ഛനും കൂടി എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം. എല്ലാം നിതീഷിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അമ്മായിയപ്പൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടും ഭർത്താവ് നിതീഷ് ഒന്നും പ്രതികരിച്ചില്ല. പകരം എന്നെ കല്യാണം കഴിച്ചത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞു. നാത്തൂൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. നിതീഷുമായി കലഹമുണ്ടാക്കിക്കുകയായിരുന്നു അവരുടെ പ്രധാന ജോലി എന്നാണ് വിഭജിക എഴുതിയ ഡയറിക്കുറിപ്പിലും ചേട്ടന്റെ ഭാര്യയ്ക്ക് നൽകിയ വോയിസ് മെസ്സേജുകളിലും അടക്കമുള്ളത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയുടെയും മകളുടെയും മൃതദേഹങ്ങൾ ഷാർജയിലെ ഫ്ളാറ്റിൽ കണ്ടെത്തിയത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ജീവനൊടുക്കി എന്നാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് നിതീഷിന്റെയും വീട്ടുകാരുടെയും മാനസിക ശാരീരിക പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് വിഭജികയുടെ ബന്ധുക്കളുടെ ആരോപണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.